Hello everyone, welcome back to my vlog. Hi Vara. Hi. അപ്പോൾ ഇന്നൊരു ഡിഫറെൻറ്റ് വീഡിയോ. ഇതെൻ്റെ ചേച്ചിയമ്മയാട്ടാ, അമ്മയുടെ സിസ്റ്റർ. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകാം. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ 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 പറ. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടേക്കാണ് പോകണതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ നിന്ന് തൊട്ടടുത്തേക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരു 20 minutes അവേ ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഫ്യൂ hours, ഒക്കെ 4 hours ഇൻ ദ ഹൗസ് ബോട്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള UAE-യിലുള്ള 2 ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അവർ സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ UAE നാഷണൽസാണ്. അപ്പോൾ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കേരളത്തിലേക്ക് അവർ വന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ കാണിക്കാനായിട്ട് കേരളയുടെ ഭംഗിയൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റ് ചെയ്തതാണ് അവർ ഈ ഹൗസ് ബോട്ടിലേക്ക്. ഹലോ. ഹായ്. So right now we are in houseboat. Yes. അപ്പോൾ കേരളയിൽ വന്നാൽ എന്തായാലും വരേണ്ട ഒരു ഹൗസ് ബോട്ട്. ഇന്നെൻ്റെ സ്വന്തം ബോട്ടല്ലേ. But the reason we are here in the houseboat is because we have 2 guests from UAE. Okay, so let me introduce the guests from UAE to y'all. Say hi. Hi. Okay, so she's Mona and she's Khadija. So how do you feel being in the houseboat? Amazing. We are enjoying our time. Do you like Kerala? Yes, so much. What do you like about Kerala? The green. The greenery. Yeah. The food is tasty. What do you like the most? The veg. I like the vegetarian food actually. It's really tasty. What about you? Are you shy? It's okay, she'll talk for her also. They can talk Malayalam as well. Yeah, they know Malayalam as well. So, you want to say something in Malayalam? Korchu, yeah. അപ്പോൾ അവരുടെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഹൗസ് ബോട്ടിൽ. ശരിക്കും പറഞ്ഞാൽ എൻ്റെയും ഒരു ഫസ്റ്റ് ടൈം തന്നെ ആയിട്ട് വരും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അതെനിക്ക് ഓർമ്മ പോലും ഇല്ല. അതുകൊണ്ട് ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ട് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കേരളയിലെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി ഹൗസ് ബോട്ട്, ബാക്ക് വാട്ടേഴ്സ് അതിലൊക്കെ പോവും. പക്ഷെ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലൊക്കെ പോകുന്ന വളരെ അപൂർവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കായിരുന്നു, എല്ലാ വിസിറ്റിനും ഇങ്ങനത്തെ ഒരു റിഫ്രഷിങ് ആയിട്ടുള്ള കാര്യം ചെയ്യണം. എന്തൊരു ഭംഗിയാണെന്നറിയാം. ബാക്ക് വാട്ടേഴ്സിൽ പോയി ഇങ്ങനെ ഒരു 4 hours കാര്യമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഫുഡും എല്ലാം അവർ സെർവ് ചെയ്യും. അങ്ങനെയാണ് നമ്മളത് ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ അകത്ത് കിടക്കാൻ വേണ്ടി ഒരു റൂമുണ്ട്, ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടോ അതോ കുട്ടികളെല്ലാവർക്കൊന്ന് അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള. അതുകൊണ്ട് എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. These are all fishing boats. നിങ്ങൾ മാച്ചിങ് ആണല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഒരു സ്ട്രക്ചർ. ഞാൻ കാണിച്ചു തരാം. 2 റൂംസ് ഉണ്ടായിരുന്നു. അതിലൊരു റൂം ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച് ബാത്റൂം. വേറൊരു റൂമും കൂടെ ഉണ്ടായിരുന്നു. അത് അവർ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു, ബിക്കോസ് നമ്മൾ ഓവർ നൈറ്റ് സ്റ്റേ അല്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോറുണ്ട്, ഒരു നല്ലൊരു ഡെക്ക്, വലിയൊരു പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടി നല്ലൊരു സ്പേസ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ ബുഫേ ടേബിൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ജസ്റ്റ് ഒന്ന് ഡിന്നർ കഴിച്ചിട്ട് പോയി, അത്രയേ ഉള്ളൂ. ഈവനിങ് ടീയും ഡിന്നറും കഴിച്ചിട്ട്. അപ്പോൾ ചൂട് പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു ആ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട്. കിച്ചണിൽ നിന്ന് പഴംപൊരിയും ഉള്ളി ബജയും ചായയായിരുന്നു കേട്ടോ നമ്മുടെ ഈവനിങ് സ്നാക്ക്. നല്ല ടേസ്റ്റായിരുന്നു.
ഞാൻ drown ചെയ്താ will you save me if I drown? അപ്പോൾ ഇതൊരു സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ഈവനിങ് വ്യൂ ആണ് ഹൗസ് ബോട്ടിൽ നിന്ന്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൗസ് ബോട്ടിൽ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ ഓൾവേസ് ചൂസ് ദ ഈവനിങ് സ്ലോട്ട്. എന്ന് വെച്ചാൽ ഒരു 4 o'clock കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റും കാണാൻ പറ്റും. അപ്പോൾ ഡേ ആൻഡ് നൈറ്റിൻ്റെ ഒരു വ്യൂവും കിട്ടും. രാവിലെ ഈ വെതറിൽ പോകണമെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോരോ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ അടിപൊളിയായിരുന്നു നമ്മളുടെ ഒരു ഈവനിങ് വൈബ്. നമ്മളുടെ ഗസ്റ്റ് UAE വന്ന ഗസ്റ്റും ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റി. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇവരുടെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നറും സ്നാക്സൊക്കെ ആയിരുന്നു ഇവർ സെർവ് ചെയ്തത് നമുക്ക് വേണ്ടി. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു നമ്മൾ അവിടുന്ന് വൈൻഡപ്പ് ചെയ്തു. സോ ഐ ഹോപ്പ് യു ലൈക്ക് മൈ വ്ളോഗ്. Until I see you next time. Bye bye. Did you have fun? Yes, sir. Did you have fun? Yes, sir.